പ്രീമിയം ലെഗസി അതുപോലെ തന്നെ ഓഫ് റോഡ് ക്യാപ്പബിലിറ്റി ഈ രണ്ട് കാര്യത്തിലും ഇന്ത്യൻ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ പക്ഷേ ഇൻ്റർനാഷണലിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് ജീപ്പ് എന്ന് പറയുന്നത്. ആ ജീപ്പ് എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി അവരുടെ മെറിഡിയൻ എന്ന് പറയുന്ന മോഡലിൻ്റെ ഏറ്റവും പുതിയ 2 വകഭേദങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതാണ് ജീപ്പ് മെറിഡിയൻ അപ്ലാൻഡ് അതുപോലെ തന്നെ ജീപ്പ് മെറിഡിയൻ എക്സ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ വാഹനത്തിനകത്ത് വന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇതൊരു വാക്ക് അറൗണ്ട് വീഡിയോ ആണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ജീപ്പ് മെറിഡിയൻ അപ്ലാൻഡ് ആൻഡ് എക്സിൻ്റെ വാക്ക് അറൗണ്ട് വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇതാണ് ജീപ്പ് എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ മെറിഡിയൻ എന്ന് പറയുന്ന മോഡൽ. മെറിഡിയനെ കുറിച്ച് പറയുന്ന സമയത്ത് ജീപ്പ് എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെ പ്രീമിയം 7 സീറ്റർ SUV ആണ് വിത്ത് ഓഫ് റോഡ് ക്യാപ്പബിലിറ്റീസ്. അപ്പം അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്ത ആളുകൾ ജീപ്പ് മെറിഡിയൻ നജീബ് എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ നിങ്ങൾക്ക് കിട്ടും, ഫേസ്ബുക്കിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അതിൻ്റെ ഒരു പുതിയ ഫേസ് അല്ലെങ്കിൽ കുറച്ചധികം ആക്സസറീസ് ആഡ് ചെയ്തിട്ടുള്ള കുറച്ചൊരു കോസ്മെറ്റിക്സ് ചേഞ്ച് ഉള്ള മോഡൽ എന്ന് വേണമെങ്കിൽ ജീപ്പ് മെറിഡിയൻ അപ്ലാൻഡ് എന്ന് പറയുന്ന ഈ മോഡലിനെ വിശേഷിപ്പിക്കുക. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അപ്ലാൻഡ് എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ടൊരു വ്യത്യാസം ഫ്രണ്ടിൽ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു ഹുഡ് ഡീക്കെയിൽസിനെ കാണാൻ കഴിയും എന്നുള്ളതാണ്. ശരിക്കും ഈ ഹുഡ് ഡീക്കെയിൽസ് ഉപയോഗിക്കുന്ന പർപ്പസ് എന്ന് പറഞ്ഞാൽ ഓഫ് റോഡിൽ നമ്മൾ കുത്തനെ കയറുമ്പോൾ അല്ലെങ്കിൽ ഇറങ്ങുമ്പോഴൊക്കെ സണ്ണ് ഡ്രൈവറുടെ കണ്ണിലേക്ക് വരാതിരിക്കുക എന്നുള്ളൊരു മെയിൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഇത് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ നമ്മളത് കുറച്ചും കൂടി ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനോട് കൂടി വരുന്നു. സാധാരണ ഇതിലൊരു പ്ലെയിൻ കളറാണ് ഉണ്ടാവാറുള്ളത്. ഇവിടെ നമുക്കൊരു മലയുടെ ചിഹ്നവും അതുപോലെ തന്നെ ഒരു കോമ്പസിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്ത് കുറച്ചും കൂടി ഒരു ഓഫ് റോഡ് ക്യാപ്പബിലിറ്റീസിനെ ഹൈലൈറ്റ് ചെയ്യുന്നു. പിന്നെ ക്യാരക്ടറുകളൊക്കെ ഏറെക്കുറെ സമാനമാണ്. ഹെഡ് ലാമ്പ് യൂണിറ്റുകൾ, അതിനകത്ത് ജീപ്പ് പെർഫോമൻസ് LED എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. അതുപോലെ തന്നെ ജീപ്പിൻ്റെ വളരെ വിശ്വവിഖ്യാതമായിട്ടുള്ള 7 സ്ലാറ്റഡ് ആയിട്ടുള്ള ഗ്രില്ല്. ഇത് ശരിക്കും ആ ഒരു വില്ലീസ് ജീപ്പിൽ നിന്ന് ആരംഭിച്ചതാണ്. അതും ഭയങ്കര ലെഗസി ഉള്ളൊരു സംഭവമാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഫോഗ് ലാമ്പ് യൂണിറ്റ് കാണാം. അതിൻ്റെ ഹൗസിങ്ങും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഒരു പാറ്റേൺ, പണ്ട് നമ്മൾ മോട്ടോമൊബൈലിന് വഴി കാണിക്കുക എന്ന് പറഞ്ഞ പോലെ ആ ഒരു പാറ്റേണിൽ വന്നിട്ടുള്ള ഗ്രില്ല് യൂണിറ്റ് അവിടെ കാണാം. ക്യാമറ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസറുകൾ, താഴെ നമുക്കൊരു ക്രോമിയം ലിപ്പ്, അതുപോലെ ക്രോമിയം ആവരണങ്ങൾ ധാരാളം നമുക്ക് കാണാമല്ലേ ഇതിനെ കവർ ചെയ്തുകൊണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാം, അതുപോലെ താഴ്ഭാഗത്ത് കാണാം ജീപ്പ് എന്ന് പറയുന്ന ലോഗോയെയും നമുക്കിവിടെ കാണാൻ കഴിയും. ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ശരിക്കും ഒരു ലക്ഷറിയസ് SUV എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് അതിന് മാറ്റുകൂട്ടുന്ന തരത്തിൽ തന്നെയാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ ഇപ്പം ഈ ഡീലർഷിപ്പിൽ ഇപ്പോൾ നമ്മളുള്ളത് എന്ന് പറഞ്ഞാൽ പിനാക്കിൾ ജീപ്സിൻ്റെ കൊച്ചി ആലുവ ഡീലർഷിപ്പിലാണ്. ഇതിനെ ഡിസ്പ്ലേ ചെയ്ത രീതി നല്ല രസമുണ്ട് കേട്ടോ. ശരിക്കും ഇപ്പോൾ വാഹനങ്ങളുടെ ഡിസ്പ്ലേ കോൺസെപ്റ്റൊക്കെ മാറി. 4x4 ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്യാപ്പബിലിറ്റീസിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഒരുവിധം നിർമ്മാതാക്കളൊക്കെ അതിനെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ആ ഒരു കാര്യത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ശരിക്കും മരമാണ് അതൊക്കെ. ഇതിനുവേണ്ടി മരമൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ ആ ഒരു ഫീലൊക്കെ ക്രിയേറ്റ് ചെയ്തൊരു ഓഫ് റോഡറാണ് എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീല് നേരത്തെയുള്ള മെറിഡിയനകത്തുള്ള വീൽ തന്നെയാണ്. പക്ഷേ ഇതിനകത്തൊരു മാറ്റ് കളേർഡ് വീല് വരുന്നുണ്ട്. അത് പ്ലാൻഡ് എക്സിലേക്കൊക്കെ വരുന്ന സമയത്താണ് ആ ഒരു വീല് വരുന്നത്. ഇപ്പം അത് നമുക്ക് കാണിക്കാനുള്ളൊരു നിവൃത്തിയില്ല, കാരണം ഇതിനകത്ത് സാധാരണ വീൽ തന്നെയാണ്. ഇനി വന്നിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു സ്റ്റെപ്പ് കാണാൻ കഴിയും. അതായത് വാഹനത്തിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ്. ഇത് നേരത്തെ ഇല്ലാത്തതാണ്. ജീപ്പ് ബാഡ്ജിങ്ങും അതുപോലെ തന്നെ ഒരു റബ്ബർ ഡിസൈൻസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നല്ലൊരു പ്രീമിയം കളേർഡ് അല്ലേ, ശരിക്കും ഒരു വൈറ്റ് കളർ എന്നൊക്കെ പറയാമോ, ആ ഒരു പാറ്റേണിൽ കൊടുത്തിട്ടുള്ള ഒരു സ്റ്റെപ്പ് നമുക്ക് കാണാം. മെറിഡിയൻ എന്ന് വലിയ തിക്ക് ലെറ്ററിൽ എഴുതി വെച്ചിട്ടുണ്ട്. സൈഡ് വ്യൂ മിറർ, അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽസും റിക്കോ സെൻസറും കാര്യങ്ങളൊക്കെ കാണാം. ക്ലാഡിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഈ ഒരു ക്ലാഡിങ് മെറിഡിയൻ എക്സിലേക്ക് വരുന്ന സമയത്ത് ബോഡി കളർ കേട്ടോ, ആ ഒരു വ്യത്യാസം ഇതിനകത്ത് വരുന്നുണ്ട്. റൂഫ് റെയിൽ, അതുപോലെ തന്നെ കാരിയർ എന്ന് പറയാം, കാരിയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ജീപ്പിൻ്റെ തന്നെയാണ്. അത് കുറച്ചും കൂടി കണ്ടോ, ഉള്ളിലേക്കൊരു സ്ലാഡ്സൊക്കെ ആയിട്ട് അത്യാവശ്യം വെയിറ്റൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്ന തരത്തിൽ. ഇപ്പോൾ ശരിക്കും നമ്മളൊരു ഓഫ് റോഡിനൊക്കെ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു ടെൻറ്റ് അല്ലെങ്കിൽ നമുക്ക് അവിടെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ, അങ്ങനത്തെ പരിപാടികളൊക്കെ ക്യാരി ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ നമുക്ക് ബൂട്ടിൽ കൊള്ളാത്തതാണെങ്കിൽ മുകളിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ നമുക്ക് ടെയിൽ ലാമ്പ് യൂണിറ്റ് കാണാം. ഇത് ശരിക്കും ഡുവൽ ടോൺ പോലെ കേട്ടോ. ഇവിടെ ഒരു ബ്ലാക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റൂഫിൻ്റെ കളറും എക്സിലേക്ക് വരുന്ന സമയത്ത് ഡിഫറൻറ്റ് ആവുന്നുണ്ട്. സ്റ്റോപ്പ് ലാമ്പ് അത് ഐസ് ക്യൂബ് പോലെ 4 സ്ലാറ്റുകളായിട്ട് കൊടുത്തു. ലിമിറ്റഡ് എന്ന് പറയുന്നൊരു ബാഡ്ജിങ് കാണാം. അതുപോലെ തന്നെ 4x4 എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്. ഇവിടെ ജീപ്പ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. അതിൻ്റെ താഴ്ഭാഗത്ത് ഒരു ക്യാമറ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടെയിൽ ഗേറ്റിനെ ഓപ്പൺ ചെയ്യാം. ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യുന്ന ടെയിൽ ഗേറ്റാണ്. 1 സ്വിച്ച് അപ്പ് ആൻഡ് 1 ടച്ച് ഡൗൺ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഇതിനകത്തൊരു ഇതുണ്ട് കേട്ടോ, ഒരു അറേ, അതായത് ഇവർ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നതാണ് ഒരു എന്താ പറയുക ലഗേജ് അറേഞ്ചർ എന്നൊക്കെ പറയില്ലേ, ആ പോലത്തെ ഒരു സാധനം. നമ്മളിതിനാട്ടിൽ ധാരാളം അറകളൊക്കെ ആയിട്ടുള്ള ഒരു ഷെൽഫ് പോലത്തെ ഒരു സംഭവം അതുകൂടി ഇതിൻ്റെ കൂടെ വരാണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു ഇൻഫ്ലേറ്റർ ആണ്, ടയർ ഇൻഫ്ലേറ്റർ. നമുക്ക് നിർബന്ധിത സിറ്റുവേഷനിൽ കാറ്റടിക്കാൻ, അല്ലെങ്കിൽ പഞ്ചറായി കഴിഞ്ഞാൽ കാറ്റടിക്കാം, അല്ലെങ്കിൽ കാറ്റ് പോയാലും കാറ്റടിക്കാം. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സംഭവം ഇത് ഇൻബിൽട്ട് ആയിട്ട് ഇതിൻ്റെ കൂടെ സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഈ സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് പോയിക്കോളും. അത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വലിയ ഒരു ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടും. അതായത് ഒരു ഓഫ് റോഡ് ക്യാപ്പബിലിറ്റിയിൽ പോകുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധനം കൊണ്ടുപോകാൻ പറ്റിയ തരത്തിൽ ഇവിടെ നമുക്ക് ലാമ്പ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 7 സീറ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പിടിച്ചിട്ട് വലിച്ചാൽ മതി, അത് ഇങ്ങോട്ട് വരും എന്നുള്ളതാണ്.
രണ്ടും നമുക്കൊന്ന് പിടിച്ച് വലിച്ച് നോക്കാം. അപ്പോൾ എത്ര ബൂട്ട് സ്പേസ് ഉണ്ടെന്ന് അറിയാലോ. യെസ് ആണോ. ഇപ്പോൾ നമുക്കിവിടെ ഒരു 1 2 2 ഇങ്ങനെ വെക്കാം, പിന്നെ 3 വെക്കാം അല്ലേ, അത്തരത്തിലുള്ള ബൂട്ട് കപ്പാസിറ്റി. ഇതും റിക്ലൈൻഡ് ആട്ടോ, അത് നൈസ് ഉണ്ടോ. നമുക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റും. ബാക്കിലത്തെ സീറ്റും അതും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെയിൽ ഗേറ്റ് ഇലക്ട്രിക്കലി ക്ലോസ് ചെയ്യാം. അപ്പോൾ ക്ലോസ് ചെയ്യണമെങ്കിൽ ഞാൻ കാണിക്കാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടി കാണിക്കാം. എവിടെ നോക്കിയാൽ ജീപ്പ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ടെയിൽ ഗേറ്റിൻ്റെ ബാക്ക് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതെന്താണ് അതിൻ്റെ പർപ്പസ് എന്ന് എനിക്കറിയില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഒരു സാധനം വെറ്റുള്ള സിറ്റുവേഷനിൽ ഇനി ഇതൊക്കെ കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ ഉപയോഗിക്കാൻ. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഇനി ഇവിടെ ഒരു ബട്ടണില്ലേ, ഈ ബട്ടണാണ് നമ്മൾ നേരത്തെ ബൂട്ട് പുറത്തുനിന്ന് ഓപ്പൺ ആക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. അതന്നെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ക്ലോസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ 2 വഴി നമുക്കിത് ക്ലോസ് ചെയ്യാം. ഈ ബട്ടൺ ക്ലോസ് ചെയ്യാം, അതേപോലെ ഉള്ളിൽ സൈഡിലൊരു ബട്ടൺ ഉണ്ട്, ആ ബട്ടണും ക്ലോസ് ചെയ്യാം. ഇനി ഒരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ റിയർ സ്പോയിലർ, അതുപോലെ തന്നെ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാര്യങ്ങൾ, അതുപോലെ തന്നെ വൈപ്പർ, ഡീഫോഗർ ലൈൻസും ഒക്കെ കാണാം. ഏതായാലും ഇവിടേക്ക് സൂക്ഷിച്ച് നോക്കിയേ, ഒരു കടുവ ഇവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഒരു കടുവ നമ്മളിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബാക്കിൽ ആരൊക്കെ വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. ശരിക്കും ജീപ്പ് ഉദ്ദേശിക്കുന്ന ഒരു പക്ഷേ ഇതൊരു കടുവയാണ്, അത് നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ളൊരു റെപ്രസെൻറ്റേഷൻ ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊരു കടുവ ഇവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ടല്ലേ, ഇതേപോലെ ഒരു ജീവി കൂടി ഈ വാഹനത്തിനകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഒരു ജീവി മാത്രമല്ല, ഒരു വാഹനം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇവിടേക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചില വീഡിയോയിലൊക്കെ പറഞ്ഞാണ്, അവിടെ ഒരു പല്ലി ഉണ്ടോ, ഒരു ഈസ്റ്റർ എഗ് പോലെ ഒരു പല്ലി അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് അർത്ഥമാക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഏത് ടെറയിലേക്കും ഇങ്ങനെ പല്ലിയെപ്പോലെ അള്ളിപ്പിടിച്ച് കയറാൻ ഈ വാഹനം തയ്യാറാണ് എന്നാണ് ജീപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും അതുപോലെ തന്നെ ജീപ്പിൻ്റെ ലെഗസിയെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടോ ഒരു ജീപ്പിൻ്റെ വില്ലീസ്, നമ്മൾ പഴയകാല ഒരു വില്ലീസ് അതിങ്ങനെ ചെരിച്ച് നിർത്തിയിരിക്കുന്നത്, നേരെയും കൂടിയല്ല കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലെഗസിയെയാണ് ജീപ്പ് ഹൈലൈറ്റ് ചെയ്യുന്നത്. വില്ലീസിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് ജീപ്പ് എവിടെ എത്തി നിൽക്കുന്നു എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു ലെഗസിയെ ജസ്റ്റ് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയാം. ഇനി നമ്മൾ അകത്തേക്കാണ് പോകുന്നത്. അകത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു, സാധാരണഗതിയിൽ കോമ്പസിൽ നിന്നുള്ള ഒരു വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതൊരു 7 സീറ്ററാണ് എന്ന് പറയാം. അപ്പോൾ ഇൻറ്റീരിയറിലേക്ക് നമുക്ക് വിശദമായിട്ട് വരാം. ഡോർ സൈഡിൽ നിന്ന് ആരംഭിക്കാം. ഇവിടെ കാണുന്നത് ലെതർ എലമെൻറ്റുകളാണ്. ഈ ഒരു കോഫി ബ്രൗൺ, കുറച്ചും കൂടി ഡാർക്ക് ബ്രൗൺ ആ ഒരു കളറിൽ. അതുപോലെ തന്നെ പവർ വിൻഡോ കൺട്രോൾസ് കാണാം. ഇവിടെ നമുക്ക് ആൽപൈൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റം കാണാം. അതിനൊരു സിൽവർ ആവരണമൊക്കെ കൊടുത്ത് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയാം. അതുപോലെ ഇവിടെ കാണുന്നത് ഇതൊരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റാണ്. അതിനകത്ത് മെമ്മറി ഫംഗ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഡോർ ലോക്ക് അൺലോക്ക് ഇതാണ്. ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് വലിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംബിയൻ ലൈറ്റിംഗ് ഒരു പുതിയ കളർ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊരു ഹൈലൈറ്റാണ്. ലെതർ സീറ്റുകൾ കാണാം. നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു ലെതർ സീറ്റാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡാർക്ക് കോഫി ബ്രൗൺ കളറിനകത്ത് നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുമാണ് അത് ക്രമീകരിച്ചത്. ജീപ്പ് പ്രവർത്തനമല്ലേ, നൈസ്. ഇനി ഞാനൊന്ന് അകത്തേക്ക് കയറിയിരിക്കുകയാണ്. നമുക്കൊന്ന് ഇഗ്നിഷൻ ഓൺ ചെയ്യാം. എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വരുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ്. യെസ്, ഓണായി. ഓണാകുമ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ അകത്ത് നോക്കിയാൽ ഒരു ടെറൈൻ്റെ സിമ്പിളും കാര്യങ്ങളൊക്കെ നല്ല അത് ഓണായി വരുന്നതൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ, അടിപൊളി. ഡാഷ്ബോർഡിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു കാർബൺ ഫൈബർ പോലത്തെ, കാർബൺ ഫൈബർ അല്ല അതുപോലെ വേറൊരു പാറ്റേണിലാണ് ഈ ഒരു ഭാഗം കൊടുത്തുള്ളത്. അതുപോലെ സിൽവർ ടച്ച് കാണാം. AC വെൻസൊക്കെ വളരെ നാരോ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. ഹെഡ്ലാമ്പിൻ്റെ കൺട്രോൾസും അതിൻ്റെ പൊസിഷൻ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഈ മെറ്റീരിയലും ഒരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ, അതായത് എന്തെങ്കിലും ഒരു മെറ്റീരിയൽ പ്ലേസ് ചെയ്ത പോലെയല്ല, കുറച്ചൊരു ക്വാളിറ്റിയിൽ തന്നെയാണ് ഇത് ഫീൽ ചെയ്യുന്നത്. ഇത് ഒരു ലെതറാണ്, ലെതർ റാപ്പിഡ് ആയിട്ടാണ് അതും കൊടുത്തുള്ളത്. സ്റ്റിയറിംഗ് വീല് ജീപ്പിൻ്റെ ആസ് യൂഷ്വൽ സ്റ്റിയറിംഗ് വീല്, ക്രൂസ് കൺട്രോൾ, അതുപോലെ മൾട്ടി ഫംഗ്ഷൻ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ലെതർ റാപ്പിഡായിട്ട് തന്നെയാണ് ഇതും വന്നിട്ടുള്ളത്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഫുള്ളി ഡിജിറ്റലാണ്, ഫുൾ ഡിജിറ്റലായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് റിയർ വ്യൂ മിറർ കാണാം, ഓട്ടോമാറ്റിക് ഡൈനർ അഡ്ജസ്റ്റ് ആണ്. അതുപോലെ നമുക്ക് ഈ വാഹനത്തിനകത്തൊരു സൺറൂഫും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പാനോറമിക് സൺറൂഫാണ് അത്. ആസ് യൂഷ്വൽ ഇവിടെ മാത്രം ഓപ്പൺ ആവുന്ന തരത്തില്ല, ഞാൻ ഫുൾ ഓപ്പൺ ആക്കത്തില്ല. ഇനി ഒരു ചോദ്യം കൂടി ഉണ്ടായിരിക്കും, ഇതിൽ എത്രയാണ് പ്രൈസ് എന്നുള്ളത്. 33 ലക്ഷം രൂപ മുതൽ 38 ലക്ഷം രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാണാം. അതുപോലെ തന്നെ AC കൺട്രോളുകൾ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഫ് റോഡിൻ്റെ സാൻഡ്, സ്നോ, ഓട്ടോ തുടങ്ങിയിട്ടുള്ള മോഡുകൾ ഇവിടെ നമുക്ക് കാണാം. അതുപോലെ 4 വീൽ ലോ, അതുപോലെ തന്നെ 4 വീൽ ലോക്ക്, അതുപോലെ തന്നെ ഹിൽ ഡീസൻ കൺട്രോൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കാണാം. അതൊരു വയർലെസ് ചാർജിങ് യൂണിറ്റ് കൂടി കേട്ടോ, രണ്ടും കൂടി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഫോണോട് വെക്കുകയാണെങ്കിൽ ചാർജ് ആവുന്നതാണ്. ഇനി വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കപ്പ് ഹോൾഡർ കാണാം. കപ്പ് ഹോൾഡറിനകത്ത് കീ വെക്കാനുള്ള ഒരു ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കീ വരുന്നത്. ഐസല്ലേ കൊള്ളാം. അകത്തെന്ന് പറയുന്ന സമയത്ത് അങ്ങനെ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളില്ല. വലിയ വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞു വെച്ചാൽ ബാക്കിലൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരാറുണ്ട്. അതിപ്പോൾ ഇതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടില്ല. അതും ഇതിൻ്റെ കൂടെ വരുന്ന ഒരു മാറ്റമാണ്. ഇപ്പം ഒരു ആക്സറീസിൻ്റെ ഭാഗമായിട്ട് ഒരു വിട്ടുപോയതാണ്. ഫയൽ പോക്കറ്റ് കാണാം. AC വെൻസ് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു USB ചാർജിങ് സോക്കറ്റും അവിടെ നമുക്ക് കാണാം. സീറ്റ് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. ബ്രസ്റ്റും കപ്പ് ഹോൾഡറും ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും എന്നുള്ളത്. ഇനി ഒരു ബാക്ക് സീറ്റ് ഉണ്ട്.
കയറി നോക്കാം അല്ലേ. ബാക്കിലേക്കുള്ള എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഈ സംഭവം ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറി ഇരിക്കാവുന്നേ ഉള്ളൂ. വളരെ സിമ്പിൾ. ഈ സീറ്റ് ശരിക്കും കിഡ്ഡു സീറ്റാട്ടോ. കിഡ്ഡു സീറ്റാണ്. എനിക്ക് ഈ കംഫർട്ടല്ല, മീൻസ് കാല് കുറച്ചും കൂടി ടൈറ്റായിട്ട് ഇരിക്കുന്നു. ചെറിയതായിട്ടൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അല്ലേ ഫ്രണ്ട്സൊക്കെ കൂടി പോകുന്ന സമയത്ത് ബുദ്ധിമുട്ടാണെങ്കിൽ ഇരിക്കാം എന്നല്ലാതെ ഒരു ദീർഘദൂര യാത്ര ഒരിക്കലും പറ്റില്ല. കാരണം എൻ്റെ പൊസിഷൻ നോക്കിയാൽ അവിടെ എത്തുമ്പോഴേക്കും ആൾ ഇതാവും. കുട്ടികൾക്ക് അതായത് ഫാമിലി എന്നുള്ളൊരു കോൺസെപ്റ്റിലൊക്കെ ആലോചിക്കുന്ന സമയത്ത് ഇപ്പോൾ അധികം 7 സീറ്ററുകളും ബാക്കിൽ സീറ്റ് ഫാമിലി സീറ്റ് തന്നെയാണ്. ഇതിന് മാത്രമൊന്നുമല്ല നമ്മൾ പറയുന്നത്, നമ്മൾ കുറേ മോഡലൊക്കെ അതിന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു ഇത് വെച്ച് നോക്കുന്ന സമയത്ത് ഓക്കെയാണ്, കുട്ടികൾക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ. എഞ്ചിനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ടിട്ടായിരുന്ന 2 ലിറ്റർ എഞ്ചിൻ തന്നെയാണ്, ജീപ്പ് ടർബോ ഡീസൽ എഞ്ചിൻ. അതിലൊരു മാറ്റം വന്നിട്ടില്ല. മെക്കാനിക്കലായിട്ട് ഒരു ചേഞ്ചും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാര്യമായിട്ടുള്ള ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നത് കോസ്മെറ്റിക്സിൻ്റെ കാര്യത്തിലാണ്. അതായത് കുറച്ചധികം ആക്സസറീസ് അധികം വന്നു. ഇൻസ്റ്റലേഷനും കാര്യങ്ങളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാക്കിങ്ങും നല്ല രസമുണ്ടല്ലോ. ഇവിടെയൊക്കെ കവർ ചെയ്ത് എഞ്ചിനെ മൊത്തം കവർ ചെയ്ത് നിൽക്കുന്ന രൂപത്തിൽ ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ടല്ലേ. നല്ല സൗണ്ട്. അപ്പോൾ ഇതാണ് ജീപ്പ് മെറിഡിയൻ അപ്ലാൻഡ് എന്ന് പറയുന്ന ജീപ്പ് മെറിഡിയൻ്റെ ഏറ്റവും പുതിയ വേരിയൻറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന അപ്ലാൻഡിനകത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ, അതിനകത്ത് വന്നിട്ടുള്ള എക്സ്ട്രാ അഡീഷണൽ കാര്യങ്ങളൊക്കെയാണ്. ഇനി ഒരു കാര്യം കൂടി പറയാം. അതായത് ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ജീപ്പ് എന്ന് പറയുന്ന ഒരു പേരാണ് അല്ലേ. ഇത് ശരിക്കും ഒരു ഷെയ്ഡാണ്. ഇതിൻ്റെ കൂടെ വന്നുള്ള ഒരു ആക്സസറീസാണ്. ഈ ഷെയ്ഡിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് പറയുക, ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ജീപ്പൊന്ന് കാണൂല. അത് നമ്മൾ പല ബിൽഡിങ്ങിലൊക്കെ നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കണമായിരിക്കും. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പ്ലെയിനാണ് കേട്ടോ. ഇവിടെ നോക്കുന്ന സമയത്ത് പ്ലെയിനാണ്, പക്ഷേ അപ്പുറത്ത് നോക്കുന്ന സമയത്ത് ജീപ്പെന്ന് കാണും. അപ്പോൾ ഇവിടെ വന്നിട്ട് ആരെങ്കിലും നോക്കുമ്പോൾ അവിടെ അവൻ ജീപ്പിലാണല്ലോ പോണ് എന്നുള്ള ഒരു സാധനമൊക്കെ കിട്ടും. വെറൈറ്റിയില്ലേ. അപ്പോൾ ഇതാണ് ജീപ്പ് മെറിഡിയൻ അപ്ലാൻഡ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമ്മളിന്ന് പറഞ്ഞതും ജീപ്പ് അപ്ലാൻഡിനെ കുറിച്ചും അതിനകത്ത് വന്നുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രൈബ്സും സപ്പോർട്ടും ഒക്കെയാണ് ഇതുപോലെ പുതിയ പുതിയ മോഡലുകളെയും വേരിയൻറ്റുകളെയും ഒക്കെ നിങ്ങളുടെ മുന്നിൽ എത്താൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതും നമ്മളെ സഹായിക്കുന്നതും. അതിന് ഇതുവരെ സഹായിച്ചവർക്കൊക്കെ ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.